ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് പ്രോസിക്യൂട്ടേഴ്സ് പ്രപ്പോസൽ എന്ന് പറഞ്ഞ ഡ്രാമയാണേ. അപ്പോൾ ഇതിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ തന്നെ അച്ഛനെ കൊന്ന ആളുടെ മോൻ്റെ അടുത്ത് പ്രതികാരം ചെയ്യാൻ വേണ്ടി വരുന്നതാണ് കാണിക്കുന്നത്. അപ്പം ആ ഒരു പ്രതികാരം പിന്നെ പ്രണയമായിട്ട് മാറുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡ്രാമയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളുടെ ഹീറോയുടെ ഒരു വോയിസ് ഓവറാണ് കേൾപ്പിക്കുന്നത്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, പണ്ട് ഇവിടെ ഒരു കോൾഡ് മൈൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അത് കാരണം ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. എന്നാൽ ഇന്നവിടെ ഒരു ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് വന്നിരിക്കുക. എന്നാൽ അപ്പോഴെങ്കിലും അവിടെ മരണങ്ങളൊക്കെ കുറയുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ പിന്നെ അവിടെ മരണങ്ങൾ നടന്നു എന്ന് പറയാണ്. എന്നാൽ അപ്പോഴാണ് അവൻ എനിക്കൊരു പ്രപ്പോസൽ തന്നത്. ആ ഒരു പ്രപ്പോസൽ എനിക്കൊരിക്കലും റിജക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നായിരുന്നു എന്നിങ്ങനെ പറയുകയാണേ. ആ ഒരു സീൻ കട്ടായി കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രസൻറ്റ് സീനാണ്. അപ്പം അവിടെയാണെങ്കിൽ ഒരു ലേഡി ഇങ്ങനെ ഓഫീസിലോട്ട് വന്ന് കയറിയിട്ട് ചോദിക്കുകയാണ്, ഇവിടെ ആരാ ഈ ലീ ചിങ്ഹ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ചെക്കനാണെങ്കിൽ ഇങ്ങനെ എണീറ്റിട്ട് പറയുന്നുണ്ട്, ഞാനാ ലീ ചിങ്ഹ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണ് നമ്മുടെ ഫസ്റ്റ് ഹീറോ കേട്ടോ. അപ്പോൾ ഈ പെണ്ണാണെങ്കിൽ ഒരു കസീനോയുടെ ഡയറക്ടറാണ്. അപ്പം ഇവനാണെങ്കിൽ ഇങ്ങനെ ആ പെണ്ണിൻ്റെ അടുത്തോട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവനെ നമുക്ക് ലീ എന്ന് വിളിക്കാവേ. എന്നിട്ട് ആ പെണ്ണാണെങ്കിൽ കുറച്ച് ക്യാഷ് എടുത്തിട്ട് അവൻ്റെ നേരെ അങ്ങ് എറിയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്ത് നോക്കി നിൽക്കുമോ, അതെല്ലാം പറക്കി എടുക്കാൻ പറയാണ്. അങ്ങനെ പാവം നമ്മുടെ ചെക്കനാണെങ്കിൽ ആ ഒരു ക്യാഷൊക്കെ തറയിൽ നിന്ന് ഇങ്ങനെ പെറുക്കി എടുക്കുന്നുണ്ട്. എന്നാൽ ഈ പെണ്ണാണെങ്കിൽ അവിടെ കൊണ്ടൊന്നും നിർത്താൻ ഉദ്ദേശമൊന്നുമില്ല കേട്ടോ. ഇവളാണെങ്കിൽ ഇവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഡ്രിങ്ക്സ് എടുത്തിട്ട് ഇവൻ്റെ തലവഴി അങ്ങ് ഒഴിക്കുവാണ്. എന്നിട്ട് ഒരു വല്ലാത്ത രീതിയിലൊക്കെ നിന്നങ്ങ് ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ പെണ്ണാണെങ്കിൽ അവനെ ഒരുപാട് ഹരാസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ പെണ്ണ് പറയാണ്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ എന്നെ ഇത്രയും രാവിലെ എന്നെ കോൾ ചെയ്തത്? അതുമാത്രമല്ല, നിനക്കെന്നെ അറിയാമല്ലോ, നിൻ്റെ സന്തോഷം കെടുത്തുന്നത് എനിക്ക് ജസ്റ്റ് ഒരു പീസ് ഓഫ് കേക്ക് പോലെയാണെന്നൊക്കെ പറയാണ്. എന്നിട്ട് അവളാണെങ്കിൽ പറയുന്നുണ്ട് അവിടുത്തെ ചീഫിൻ്റെ അടുത്ത്, നിങ്ങളുടെ ആളുകളെയൊക്കെ മര്യാദയ്ക്ക് നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടുന്ന് പോകുന്നത്. അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് നമ്മുടെ പയ്യൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വന്നിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ക്യാഷൊക്കെ എടുക്കാനായിട്ട്. എന്നിട്ട് അയാൾ പറയുകയാണ്, അവളുടെ വിചാരം എന്താ, അവളാണ് ഇവിടുത്തെ വലിയ ആളെന്നോ, അവൾ ജസ്റ്റ് ഒരു കാസിനോയുടെ ഡയറക്ടർ അല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവളെപ്പോലുള്ള റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെയാണ്, എന്നാൽ ഇവരുടെ ഫൈനൊക്കെ കറക്റ്റായിട്ട് അടച്ചു തീർക്കും, അതും ഇല്ല എന്നിങ്ങനെ പറയാം. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഗ്രേഡ് 7 ഉടനെ തന്നെ പ്രൊമോട്ട് ആവത്തില്ലേ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നീ ആ ഒരു പ്രോസിക്യൂട്ടറിൻ്റെ ഓഫീസിൽ ഇൻവെസ്റ്റിഗേറ്ററായിട്ട് നന്നായിട്ട് പിടിച്ചിരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആ പൈസയൊക്കെ അവന് കൊടുക്കുവാണ്. അപ്പം നമ്മുടെ ചെക്കനാണെങ്കിൽ അവന് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അയാളാണെങ്കിൽ പറയുന്നുണ്ട്, അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകാമെന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചെക്കനാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ അടുത്ത സെക്കൻഡ് ലീഡിൻ്റെ എൻട്രി വരുന്നത് കേട്ടോ. അപ്പം ഇവനാണ് ജൂ തേയോൺ കേട്ടോ. അപ്പം ഇവനെ നമുക്ക് ജൂ എന്ന് വിളിക്കാവേ. അപ്പം അവനാണെങ്കിൽ നമ്മുടെ ചെക്കൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്കിന്ന് ഡ്യൂട്ടി ഉണ്ടോ എന്ന് ചോദിക്കുവാണ്. അപ്പം ലീക്കാണെങ്കിൽ പെട്ടെന്ന് ആളെ മനസ്സിലാവത്തില്ല. അപ്പോൾ അവനാണെങ്കിൽ ID നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട്, ഒരു ഓട്ടോപ്സി ഇൻസ്പെക്ഷൻ ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ അവൻ പറയണമെന്ന് നമുക്ക് പിന്നെ കാണാൻ ഡയറക്ടർ ലീ ചേഹ എന്നിങ്ങനെ പറയുകയാണേ. എന്നാൽ ജൂ ആണെങ്കിൽ അവൻ്റെ ID കാണാതാണ് കേട്ടോ അവൻ്റെ പേര് വിളിച്ച് സംസാരിച്ചപ്പോൾ. ഇതാണെങ്കിൽ ലീ നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ജൂ ആണെങ്കിൽ അവനെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പം ലീയുടെ ആ ഒരു ഫ്രണ്ട് ചോദിക്കുകയാണ്, നിനക്ക് ഇന്ന് ജൂവിൻ്റെ കൂടാണോ ഡ്യൂട്ടി എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ടേ അല്ല എന്ന് പറയുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിനക്കറിയാം അവനൊരു മൊത്തത്തിലൊരു സൈക്കോ എന്ന് പറയുകയാണ്. അപ്പം ലീ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് അതെന്താണെന്ന് ചോദിക്കുവാണ്. അപ്പം അയാളാണെങ്കിൽ പറയുന്നുണ്ട്, അവനൊരു എക്സ്പ്രഷൻ ലെസ് ആണ്, അവനൊരു മനുഷ്യനാണോ എന്ന് തന്നെ എനിക്ക് സംശയമാണെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മറ്റുള്ളവരടുത്ത് പേഴ്സണലി ഒന്നും അവൻ സംസാരിക്കത്തില്ല, ഒരു വല്ലാത്ത സ്വഭാവമാണെന്ന് പറയുന്നുണ്ട്. അപ്പം ലീ ചോദിക്കുകയാണ്, ഒരു പ്രോസിക്യൂട്ടർ അവരുടെ ജോലി നന്നായിട്ട് തന്നെ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പം അയാളാണെങ്കിൽ പറയുന്നുണ്ടോ, ഇവനാണെങ്കിൽ എല്ലാ കേസിലും കൊണ്ടുപോയി തല വെക്കുമെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവൻ്റെ അണ്ടറിലുള്ള ഇൻസ്പെക്ടേഴ്സൊക്കെ ഇവനെ പേടിച്ചാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പം ലീ ആണെങ്കിൽ പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് നീതി വാങ്ങി കൊടുക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് പറയുകയാണ് അവൻ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, സ്വന്തം സാറ്റിസ്ഫാക്ഷന് മാത്രം വേണ്ടിയിട്ട് ജസ്റ്റിസ് വാങ്ങുന്ന ആളുകളും ഉണ്ടെന്നിങ്ങനെ പറയാം. അപ്പോൾ അയാളാണെങ്കിൽ ജൂ നോക്കിയ ഒരു കേസിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ചെക്കനാണെങ്കിൽ ജൂവിനെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണേ. അപ്പോൾ ഇതേക്കും അയാളാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ പ്രോസിക്യൂട്ടർ ജൂ ആയിട്ട് നല്ല ക്ലോസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, അല്ല, ഞാൻ ശരിക്കും അയാൾ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നിങ്ങനെ പറയുവാണേ. എന്നിട്ട് അയാൾ പറയുകയാണ്, ആ ഒരു പ്രോസിക്യൂട്ടറിൻ്റെ ഓഫീസിൽ ഒരു ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ വേക്കൻസി ഉണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മളെ കണക്ക് എക്സ്പീരിയൻസ് കുറവുള്ളവർക്കൊന്നും അത് കിട്ടത്തില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ആ ഒരു പ്രോസിക്യൂട്ടർ ജൂവിനേക്കാളും ഭേദം ഈ ഒരു ഫൈൻ അടയ്ക്കാത്ത ആളുകളാണെന്ന് പറയുന്നുണ്ടേ. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടായി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ലീനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവനാണെങ്കിൽ വീട്ടിലൊക്കെ വന്നിട്ട് പിന്നെ അവൻ്റെ ആ ഒരു പിൽസ് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കഴിച്ചിട്ട് അവനങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പം എന്നിട്ട് അവനാണെങ്കിൽ രാവിലെ നമ്മുടെ ജൂവിനെ കണ്ട കാര്യമൊക്കെ അവൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് അവന് പെട്ടെന്നൊരു മെസ്സേജ് വരുന്നത്. അപ്പം അത് നോക്കുമ്പോഴത്തേക്കും ഇവൻ തന്നെ ഷോക്കാവുന്നുണ്ട്. കാരണം അവനൊരു ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായിട്ട് ചേഞ്ചായ ആ ഒരു ഇതാണ് കേട്ടോ കാണുന്നത്. അപ്പം ഇവൻ തന്നെ ആലോചിക്കുന്നുണ്ട്, ഇതെപ്പോഴാണ് ചേഞ്ചായെന്നൊക്കെ പറഞ്ഞിട്ട്. മറ്റേ കൂട്ടുകാരൻ പറഞ്ഞില്ലേ ഇവനൊരു സൈക്കോ എന്നൊക്കെ പറഞ്ഞതിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവനിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവനങ്ങ് ഉറങ്ങിപ്പോവുകയാണ് കേട്ടോ.
അങ്ങനെ ഉറക്കത്തിലാണെങ്കിൽ അവനാണെങ്കിൽ ഒരു സ്വപ്നം കാണുന്നുണ്ട്. ആരോ അവിടെ ഒരാളെ ഇങ്ങനെ കുത്തി കൊല്ലുന്നതായിട്ടാണ് കേട്ടോ അവൻ കാണുന്നത്. അപ്പം അത് കണ്ടിട്ട് അവനാണെങ്കിൽ അങ്ങ് ശരിക്കും പാനിക് ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഉറക്കത്തിൽ നിന്ന് അങ്ങ് ഞെട്ടി എണീക്കുവാണേ. അപ്പോഴാണ് അവനൊരു കോൾ വരുന്നത്. അപ്പോൾ ആ ഒരു കോൾ എടുക്കുമ്പോഴത്തേക്കും അവരാണെങ്കിൽ പറയുന്നുണ്ട് നമുക്കൊരു ബോഡി കിട്ടിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ കാണിച്ച ആ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ക്രൈം നടന്നിരിക്കുന്നത്. അപ്പം ലീയും ജൂവും അവർ രണ്ടുപേരും ആ ഒരു ക്രൈം സീനിലോട്ട് എത്തിയിട്ടുണ്ടേ. എന്നിട്ടൊരു പോലീസുകാരനാണെങ്കിൽ ഇവരുടെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട് ഇത് രാത്രിയാണ് ഈ ഒരു കൊല നടന്നത്. അതുമാത്രമല്ല ഒരു ഡ്രങ്കൺ ആയിട്ടുള്ളൊരു പേഴ്സണാണ് ആദ്യമേ ബോഡി കണ്ടതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് ഇയാളൊരു റഷ്യനാണെന്നാൽ ഇയാളെ കണ്ട ഒരു കൊറിയൻ കണക്കാണ്. പിന്നെ ഇയാൾ നമ്മുടെ ഈ ഒരു കൺട്രിയിൽ വന്നിട്ട് ഒരു ദിവസം ആയിട്ടേ ഉള്ളെന്ന് പറയുകയാണ്. അപ്പം ജൂ ആണെങ്കിൽ മരണകാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഡ്രഗ് ഓവർഡോസ് ആയ വഴി കാർഡിയാക് അറസ്റ്റ് ആയതാണെന്ന് പറയുന്നുണ്ട് അയാൾ. എന്നിട്ട് ആ പോലീസുകാരൻ പറയുന്നുണ്ട് ഇവിടെ എന്ന് ഈ കാസിനോ വന്നോ അന്ന് തൊട്ട് ഇവിടെ ഇങ്ങനെയുള്ള മരണങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. ജൂ ആണെങ്കിൽ അയാളുടെ ബോഡി ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അയാളുടെ കഴുത്തിലൊരു മാർക്ക് കാണുന്നുണ്ട്. അപ്പം പോലീസുകാരൻ പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും കഴുത്തിലിങ്ങനെ ഡ്രഗ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതാണ് ഇവരുടെ ഒരു ട്രെൻഡ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ജൂ ആണെങ്കിൽ നമ്മുടെ ലീനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് വന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം അവനാണെങ്കിൽ ഒരു ടോർച്ചൊക്കെ ആയിട്ട് അയാളുടെ ബോഡിയൊക്കെ ഫുള്ളിങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ലീ ആണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അയാളുടെ വായിൽ നിന്ന് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് കിട്ടുവാണ്. അപ്പം അവനാണെങ്കിൽ അത് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ പീസല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് അതിനെന്നിങ്ങനെ ചോദിക്കുവാണ്. എന്നിട്ട് അവൻ പറയുകയാണ് അയാളുടെ ദേഹത്ത് കുറേയധികം സ്ക്രാച്ച് മാർക്ക് ഉണ്ടെന്നിങ്ങനെ പറയുകയാണ്. അപ്പം ഇത് കേട്ടത് ജൂ ആണെങ്കിൽ പറയുന്നുണ്ട് നിന്നെ ഞാനിവിടെ കൊണ്ടുവന്ന് ട്രഷർ ഹണ്ട് കളിക്കാനല്ല, എനിക്ക് നിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റാണ് അറിയേണ്ടതെന്നിങ്ങനെ പറയുകയാണ്. അവരാണെങ്കിൽ അവിടെ സെക്യൂരിറ്റി ക്യാമറയൊന്നും ഇല്ലേന്ന് പറഞ്ഞ് ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ലീ ആണെങ്കിൽ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അയാൾ ഡ്രഗ് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇഞ്ചെക്റ്റ് ചെയ്തപ്പോഴായിരിക്കും മരിച്ചതെന്ന് പറയുകയാണ്. അപ്പം ജൂ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് അയാൾ റഷ്യ വിട്ട് ഇവിടെ വന്ന് എന്തിനായിരിക്കും എന്ന് ചോദിക്കണം. അപ്പം ലീ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഇയാൾ ഡ്രഗ് വാങ്ങാനായിരിക്കത്തില്ല, അത് വിൽക്കാനായിരിക്കും വന്നത്, അങ്ങനെ വിൽക്കുന്നതിനിടയ്ക്ക് ഇയാൾ കൊല ചെയ്യപ്പെട്ടതാണെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ പറയാണ് നമുക്ക് വേണ്ടത് തെളിവാണ്, അതില്ലാതെ ചുമ്മാ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നിങ്ങനെ പറയണം. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് ഞാനത് തെളിവ് കണ്ടുപിടിക്കാമെന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ അവിടുന്ന് പോകാനായിട്ട് പോകുമ്പോഴാണ് നമ്മുടെ ലീ കാണുന്നത് ഒരു ക്യാപ്പ് വെച്ച ഒരാളാണെങ്കിൽ ഇവരെ വാച്ച് ചെയ്യുന്നതായിട്ട് കേട്ടോ. അങ്ങനെ അവനാണെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ജൂ ആണെങ്കിൽ ബാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ അത് വലിയ മൈൻഡാക്കാതെ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ജൂ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിച്ച് തീരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ലീക്കാണെങ്കിൽ അത്രയും ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അവൻ അതും വെച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ജൂ ആണെങ്കിൽ ചോദിക്കുകയാണ് നീ ആ മരണം കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത്, അത് ആക്സിഡൻ്റൽ ഡെത്താണോ അതോ അസുഖം മൂലമുള്ള മരണമാണോ എന്ന് ചോദിക്കുവാണ്. അപ്പം പറയുന്നുണ്ട് അത് ഡ്രഗ് ഓവർഡോസ് ആയതുകൊണ്ട് തന്നെയാണ് അയാൾ മരിച്ചതെന്ന് പറയണം. അപ്പം അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അയാളുടെ വായിൽ നിന്ന് കിട്ടിയ ആ ഒരു പ്ലാസ്റ്റിക് പീസോ അതേപോലെ അയാളുടെ ദേഹത്തു നിന്നുണ്ടായ ആ ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ അതൊക്കെ എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് എന്തായാലും ഫൈനൽ ഓട്ടോപ്സി റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാമെന്ന് പറയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് നീ നന്നായിട്ട് തന്നെ ബോഡിയൊക്കെ എക്സാമിൻ ചെയ്തല്ലോ എന്നിങ്ങനെ പറയണം. അപ്പം അവൻ പറയുന്നുണ്ട് അത് ഞാൻ മുമ്പ് ഒരു പോലീസ് ഓഫീസറായിരുന്നു, അതുകൊണ്ട് എനിക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അത് എനിക്ക് അവിടെ അത്ര ഫിറ്റ് ആവായിരുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിലോട്ട് വന്നതെന്നിങ്ങനെ പറയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് അതെന്തായാലും കഷ്ടമായിപ്പോയി, നീ പോലീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയിരുന്നെങ്കിൽ നീ ഗ്രേഡ് 5 മുകളിലെങ്കിലും എത്തിയേനോ എന്നിങ്ങനെ പറയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല, ഞാൻ അതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നില്ല എന്ന് പറയാണ്. എന്നിട്ട് അവൻ പറയാണ് ഞാൻ വിചാരിച്ചതിനേക്കാളും നീ ഈ ഒരു ലോകത്തെ വളരെ ചെറുതായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്ത് എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് നീ ഇപ്പം റിഗ്രറ്റ് ചെയ്യുന്നില്ലായിരിക്കും, എന്നാൽ കുറച്ചും കൂടെ സമയം പോയി കഴിയുമ്പം നീ ആണെങ്കിൽ റിഗ്രറ്റ് ചെയ്ത് തുടങ്ങും ഇങ്ങോട്ടേക്ക് വന്നതിനെ ഓർത്തെന്ന് ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നീ കഴിച്ചു വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ എണീറ്റ് പോകുന്നുണ്ട്. എന്നിട്ട് കാറിൽ ഇരുന്നിട്ട് ലീ ആണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് വർക്ക് ചെയ്തതിൽ ഒരുപാട് ഹാപ്പിയാണ്, ഞാൻ നിങ്ങളുടെ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളെ ഒരുപാട് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് എന്നെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ആദ്യമേ പോലീസ് ഓഫീസറായത്, എന്നാൽ ഞാനായിരുന്നെങ്കിൽ എപ്പോഴൊക്കെ ഞാൻ മർഡർ കാണുന്നോ അപ്പോഴൊക്കെ ഞാൻ അവരെ കൊന്നേനോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഒരു കൊലയാളീനെ ലീഗലി കൊല്ലാൻ ഒരു പ്രോസിക്യൂട്ടറിന് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയണം. അപ്പം ഇത് കേൾക്കുന്നത് ലീ ആണെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ ഓർക്കുന്നുണ്ട്, ഒരാളെ കൊണ്ട് ഇങ്ങനെ നീ എങ്ങനെയാണ് ചെയ്തത്, നീ ഇങ്ങനെ അവരെ കൊന്നേന്ന് കാണിക്കാനൊക്കെ പറയുന്നത് അവനാണെങ്കിൽ ഇങ്ങനെ ഓർക്കുവാണ് കേട്ടോ. അപ്പോൾ അയാളാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ അയാളൊന്നും ചെയ്തിട്ടില്ല, ഞാൻ കൊന്നിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഓർക്കുവാണ്. എന്നിട്ട് ജൂ ആണെങ്കിൽ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കൊലയാളികൾ എപ്പോഴും പറയും ഞാൻ ഇന്നസെൻ്റ് ആണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് ആക്സിഡൻ്റലി സംഭവിച്ചു പോയതാന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ അവരുടെ ആ ഒരു തെറ്റ് റോങ് അല്ല എന്നിങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കൂ എന്നൊക്കെ പറയുകയാണ്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ലീ ആണെങ്കിൽ ശരിക്കും അങ്ങ് ഇറിറ്റേറ്റ് ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവനാണെങ്കിൽ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ആ ഒരു കാറിൽ നിന്ന് അങ്ങ് ഇറങ്ങുവാണേ.
അങ്ങനെ ആ ഒരു സീനോടെ കട്ടായി കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം നമ്മുടെ ലീ ആണെങ്കിൽ ഓഫീസിൽ വരുമ്പോഴത്തേക്കും ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ ആരും അവനെ അത്ര മൈൻഡൊന്നും ആക്കുന്നില്ലേ. എന്നിട്ട് അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവന് കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ നിൻ്റെ സീനിയേഴ്സിനെല്ലാം മറികടന്ന് നീ ആ ഒരു പ്രോസിക്യൂട്ടറിൻ്റെ ഓഫീസിൽ ഇൻവെസ്റ്റിഗേറ്ററായിട്ട് കയറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. എന്നിട്ട് അവർ പറയുകയാണ്, കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചല്ലായിരുന്നു ഡ്യൂട്ടി, എന്തായാലും ആ ഒരു ഷിഫ്റ്റിൽ നിൻ്റെ ട്രിക്കൊക്കെ സക്സസ് ആയെന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തായാലും പ്രൊമോട്ടായി, എനിവേ കൺഗ്രാജുലേഷൻസ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു പുച്ഛഭാവത്തിലാണ് കേട്ടോ അവൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ലീ ആണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല കേട്ടോ. അപ്പോൾ അവനിപ്പോഴാണ് ഇതെല്ലാം അറിയുന്നത്. അങ്ങനെ അവനാണെങ്കിൽ ആ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്ററൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ജൂനെ കാണാനായിട്ട് അവൻ്റെ ഓഫീസിലോട്ടങ്ങ് ചെല്ലുവാണേ. എന്നിട്ട് അവനാണെങ്കിൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്താ, എന്നോടെന്താ ഇതിനെപ്പറ്റി പറയാറുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, മറ്റുള്ളവർ ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേറ്ററായിട്ട് വരാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, നിനക്കിവിടെ കിട്ടിയതിൽ നിനക്കെന്താ സന്തോഷമില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ലീ പറയുന്നുണ്ട്, ഞാനിത് ഒരിക്കലും ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന് പറയണം. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, നീയല്ലേ പറഞ്ഞത് നീ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് നിനക്കിപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യണ്ടേ, അതോ ആ ഒരു ലാസ്റ്റ് മർഡർ കേസിൽ ഞാൻ നിന്നെ അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ടാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ലീ ആണെങ്കിൽ ചോദിക്കുകയാണ്, എന്ത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഓ അപ്പോൾ അത് തന്നെയാണല്ലേ കാരണമെന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ജൂ ആണെങ്കിൽ ലീയുടെ അടുത്തോട്ട് ഇങ്ങനെ നടന്ന് ക്ലോസ് ആയിട്ട് വരുവാണ്. എന്നിട്ടിങ്ങനെ പറയുകയാണ്, നീ ഒരു കൊലയാളിയുടെ മകനല്ലേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇത് കേൾക്കുന്നത് നമ്മുടെ ലീ ആണെങ്കിൽ ശരിക്കും അങ്ങ് ഷോക്കാവുകയാണേ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ എപ്പിസോഡ് 1 എൻഡ് ആകുന്നത്. അപ്പം എനിക്ക് ഈ ഒരു എപ്പിസോഡ് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.